അതിതീവ്രമായ പ്രചരണമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയത്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ. അതിലാദ്യ ഘട്ടത്തിൽ മുഴച്ചു നിന്നത് വികസന മുദ്രാവാക്യമാണ്. 2047 ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കും, യൂറോപ്യൻ അമേരിക്കൻ നിലവാരമുള്ള ഒരു വികസിത ഭാരതമാക്കും. അങ്ങനെ വലിയൊരു പ്രതീക്ഷയാണ് മധ്യവർഗത്തിനും അടിസ്ഥാന വർഗത്തിനും എല്ലാം ചേരുന്ന ഒരു വികസന മുദ്രാവാക്യം. അതുകൊണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാർ വേണം, സംസ്ഥാന തലത്തിലും കേന്ദ്രത്തിലും BJP വേണം. വികസനത്തിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയ്ക്ക് ഒരു വോട്ട്. ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്തെ നറേറ്റീവ്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് 400 സീറ്റ് NDAക്ക് ലഭിക്കും, 370 സീറ്റ് BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കും എന്ന ഒരു വളരെ വലിയ ആത്മവിശ്വാസം. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി. ഏപ്രിൽ മാസം 19-ാം തീയതി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പുനർവിചിന്തനത്തിന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായതായി തോന്നുകയാണ്. കാരണം വോട്ടർ ടേൺ ഔട്ട് ഭീതിതമായ രീതിയിൽ കുറയുകയുണ്ടായി. ശരാശരി 5% വോട്ടർ ടേൺ ഔട്ട് കുറഞ്ഞപ്പോൾ സംവിധായകരുടെ ഭാഗത്തൊരു മടുപ്പ് കാണാനുണ്ട്. എന്തുകൊണ്ടാണ് ആ മടുപ്പ്? അത് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഭാരതീയ ജനതാ പാർട്ടി എന്തായാലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണല്ലോ. ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർ വോട്ടുകൾ ചെയ്യപ്പെടും, എന്നാൽ ഫ്രഞ്ച് വോട്ടുകൾ നിർബന്ധമായും ചെയ്യണമെന്നില്ല. എന്തായാലും മോദി തന്നെ ജയിച്ച പ്രധാനമന്ത്രിയാകുമല്ലോ, പിന്നെ എന്തിന് ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകണം എന്ന ഒരു സാധാരണ ചിന്ത ഒരു വിഭാഗം സംവിധായകരുടെ ഇടയിലെങ്കിലും, പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങളിലെ സംവിധായകരുടെ ഇടയിൽ വന്നിരിക്കാം. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, നരേന്ദ്രമോദിയുടെ ഹൈ വോൾട്ടേജ് ക്യാമ്പയിനെ പ്രദേശത്തെ ഇളക്കി മറിക്കാനോ കഴിഞ്ഞിട്ടുണ്ട്. യോഗങ്ങളിൽ ഉഗ്രമായ പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തുന്നു. പക്ഷേ അത് മുഴുവൻ വോട്ടാക്കി മാറ്റാൻ കഴിയുന്നില്ല. കാരണം ഇത് എത്ര പ്രാവശ്യം കേട്ടതാണ്. മോദിയുടെ ഗ്യാരണ്ടി ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടിയിൽ കേൾക്കാനോ സുഖമുണ്ടെങ്കിലും ആ മോദിയുടെ ഗ്യാരണ്ടി എപ്പോഴും വോട്ടായി മാറണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മടുപ്പ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ലോക്കൽ കാരണങ്ങളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിനോടുള്ള ആന്റി ഇൻകംബൻസി വളരെ ഹൈ ആണെങ്കിൽ ഒരുപക്ഷെ ആ സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള ഒരു വോട്ടായി ഹയർ വോട്ടിംഗ് ടേൺ ഔട്ട് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ മൊത്തത്തിൽ നോക്കുമ്പോൾ 102 സീറ്റുകളിലേക്കാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് നീങ്ങിയത്. ആ ഒന്നാം ഘട്ടത്തിൽ വളരെ വളരെ ഷോക്കിംഗ് ഒരു വോട്ടർ ടേൺ ഔട്ടാണ്. സംവിധായകരുടെ ഒരു ശതമാനം, വോട്ട് ചെയ്ത സംവിധായകരുടെ ശതമാനം കുറവാണ്. അങ്ങനെയെങ്കിൽ ഒരു നയം മാറ്റം, പ്രചരണ രീതികളിൽ ഒരു മാറ്റം BJP കൊണ്ടുവരുന്നു. അവിടെയാണ് പെട്ടെന്ന് രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ, ടോങ് മണ്ഡലത്തിൽ, ഒരു വളരെ വലിയ കോട്ട മണ്ഡലത്തിൽ വളരെ വലിയ ഒരു പ്രസ്താവന ശ്രീ നരേന്ദ്രമോദി നടത്തുകയുണ്ടായി. അത് പഴയ BJPയുടെ മുൻകാലത്തെ, വികസന മുദ്രാവാക്യമൊന്നുമല്ല, ഈ ഹൈന്ദവ ദേശീയതയെ ഉയർത്തിക്കാട്ടുകയും ന്യൂനപക്ഷങ്ങൾ സംശയിക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു ചിന്ത, അതിനാണ് മാർക്കറ്റ് ഒരു പക്ഷേ. അപ്പം BJPയുടെ കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ മുൻമുലയിൽ നിർത്തി ന്യൂനപക്ഷ വികാരത്തെ ഒരു രീതിയിൽ പ്രൊവോക്ക് ചെയ്തതിനു ശേഷം ന്യൂനപക്ഷ കൺസോളിഡേഷൻ സംഭവിക്കുമ്പോൾ അതിനെതിരെ ഭൂരിപക്ഷ ധ്രുവീകരണം. അപ്പൊ ധ്രുവീകരണത്തിന് രാഷ്ട്രീയം പയറ്റാൻ ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ കടന്നാക്രമിക്കുക എന്നതാണ്. നേരിട്ടല്ല, ഒരു വെയിൽഡ് റെഫറൻസ് ആണ്. അതായത് എണ്ണം ഭീതിതമായ രീതിയിൽ കൂടുന്നു. ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ എണ്ണം ഭീതിതമായ രീതിയിൽ കൂടുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 2006 നടത്തിയ ഒരു പ്രസ്താവന, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതിയുടെ ഒരു കൗൺസിൽ മീറ്റിംഗിന് ശേഷം ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗ് 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഭാരതത്തിൽ ആദിവാസികളുണ്ട്, ദളിതരുണ്ട്, പിന്നാക്കക്കാരുണ്ട്, ന്യൂനപക്ഷങ്ങളുമുണ്ട്. അവർക്കാണ് വിഭവങ്ങളുടെ ആദ്യ പരിഗണന. അതിൽ മുസ്ലിങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞു. അവിടെ ആ ഒരു പരാമർശം എത്ര വർഷമായി, ഒരു 2 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു പരാമർശം, അത് ഒന്നുകൂടി പൊടി തട്ടിയെടുത്ത് സംവിധായകരെ ഓർപ്പിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയെ കണ്ടു. പിന്നീട് ഏതാണ്ട് അതേ രീതിയിലുള്ള സമാനമായ പരാമർശങ്ങൾ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലും കണ്ടു. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ നുഴഞ്ഞു കയറുന്നവർക്ക് ഇന്ത്യയുടെ വിഭവങ്ങൾ വീതിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അവകാശപ്പെട്ട വിഭവങ്ങൾ നുഴഞ്ഞു കയറ്റക്കാർക്ക് വീതിച്ചു കൊടുക്കാറുണ്ടോ? അപ്പോൾ അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ വിഭാഗം നുഴഞ്ഞുകയറ്റക്കാരായും അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്തവരായും ദേശീയ മുഖ്യധാരയിൽ നിന്നും അകന്നു നിൽക്കുന്നവരായും ചിത്രീകരിക്കുക വഴി ഏത് വോട്ടാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കൃത്യമായി പറയാനാവും. അതുകൊണ്ട് ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ
ഒരു അഴിച്ചുപണി സംഭവിച്ചിരിക്കുന്നു. വൈകാരിക പ്രധാനമായ പ്രസ്താവനകൾ ഉൾപ്പെടെ നിങ്ങളുടെ കെട്ടുതാലി പോലും ഒരുപക്ഷെ അവർ ഊരി വാങ്ങും. കാരണം അതിനുള്ള കാരണം എന്താ? കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പല പ്രഖ്യാപനങ്ങളും വന്നു. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു സർവേ നടത്തും രാജ്യവ്യാപകമായി, വ്യക്തികളുടെ, കുടുംബങ്ങളുടെ, പ്രദേശങ്ങളുടെ സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അതൊന്ന് വിലയിരുത്താനായി ഒരു സർവേ നടത്തും എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ സർവേയിൽ കണ്ടെത്തുന്ന നിങ്ങളുടെ ആസ്തികൾ അതെല്ലാം കണ്ടുകെട്ടി മറ്റുള്ളവർക്ക് വീതിക്കാനുള്ള ഒരു സാഹചര്യം കോൺഗ്രസ് പാർട്ടിയും ഈ NDA മുന്നണിയും അധികാരത്തിൽ വന്നാൽ സംഭവിക്കും എന്ന് പറയുമ്പോൾ സദസ്സിളകി മറിയും. സ്വാഭാവികമാണ്. തങ്ങളുടെ അസ്തിത്വം, തങ്ങളുടെ സ്വത്ത്, തങ്ങളുടെ ആസ്തികൾ അത് നഷ്ടപ്പെട്ടു പോകും എന്ന ഒരു ചിന്ത വന്നാൽ സ്വാഭാവികമായും ഭൂരിപക്ഷ സമുദായം അതിനോട് അനുരൂപമായി പ്രതികരിക്കും. ആരാണോ തട്ടിയെടുക്കാൻ വരുന്നത് അവർക്കെതിരെ പ്രതികരിക്കും. ഒരു രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അത്യാദരണീയനായ അദ്ദേഹമാണ് ശ്രീ നരേന്ദ്രമോദി. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിലെ കുറച്ച് സീറ്റുകൾ നേടാൻ വേണ്ടി രാജസ്ഥാനിൽ ഒരുപക്ഷെ 25 സീറ്റുമാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കുറച്ചൊക്കെ റിവൈവൽ പാത്തിലാണ്. ഇപ്പോൾ അവിടെ ഒരു വെടിനിർത്തൽ സംഭവിച്ചിരിക്കുന്നു. സച്ചിൻ പൈലറ്റിന്റെ ചേരിയും അശോക് ഗെഹ്ലോട്ടിന്റെ ചേരിയും തമ്മിൽ ഒരു വെടിനിർത്തലിലാണ്. അതുകൊണ്ട് ആ സഖ്യത്തിന് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് രാജസ്ഥാനിൽ അത്ഭുതങ്ങളൊന്നും കാട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നില മെച്ചപ്പെടുത്താൻ കഴിയും. 0-യിൽ നിന്ന് ഒരു സീറ്റ് കിട്ടിയാൽ പോലും നില മെച്ചപ്പെടുത്തും. അതുകൊണ്ട് മുഴുവൻ സീറ്റുകളും രാജസ്ഥാനിൽ നിന്ന് നേടാനും, ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പ്രാവശ്യം 62 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. 62-ൽ നിന്നും രാമക്ഷേത്രത്തിന്റെ ഉൾപ്പെടെയുള്ള ആ ഒരു അനുകൂല തരംഗത്തിൽ പരമാവധി ഒക്കുമെങ്കിൽ 80 സീറ്റും നേടിയെടുക്കാനുള്ള ശ്രമമാണ്. രാമക്ഷേത്രം കാര്യമായി ചലനം ഉണ്ടാക്കുന്നില്ല എന്ന ഒരു നിഗമനമാണ് ആദ്യഘട്ട വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാമക്ഷേത്രം പോരാ, അതിനേക്കാൾ വൈകാരികമാണ് ഒരുപക്ഷെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള ഈ ഒരു വിരുദ്ധമായ നിലപാട്. ആ ഒരു രീതിയിലേക്കാണ് ഒരുപക്ഷെ BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രചരണ മെഷീനറി നീങ്ങുന്നത്. വോട്ടാണ്, 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 പരമാവധി വോട്ടാണ് ഇവിടെ ലക്ഷ്യം.